അപ്പോൾ മച്ചാൻ പഠിച്ചാൽ ഇന്നൊരു എല്ലാവർക്കും ഗുണകരമുള്ളൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളെങ്ങനെയാണ് കള പിടിക്കണത് എന്നുള്ളത് കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി പൊൻകുന്നം അവിടെ ഇന്ന് തുടങ്ങുകയാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ തറേൻ്റെ പരിപാടിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ 2 ദിവസം മുന്നേ വന്നിട്ട് ഞങ്ങൾ മണ്ണൊക്കെ തറ കയറി കുറ്റിരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, നമ്മൾ മണ്ണ് മാന്തിയത് കറക്റ്റാണോ, നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കണ പിടിക്കണമെന്ന് കാണിച്ചു തരാം. ആ സീറോയിൽ പിടിക്കുന്നത് കാണിച്ചോട്ടെ. സീറോ അല്ലേ? ഈ റബ്ബർ ബാൻഡ് കാണണം കേട്ടോ. ഓക്കെ ഇനി പുഷ് ചെയ്യും. റബ്ബർ ബാൻഡ് 4 മീറ്റർ കാണണേ. ഓക്കെ ഇനി പുഷ് ചെയ്യണ്ട. മേസ്ത്രി ഉദരാവും पकड़ना चाहिए. कौन सा साइड है? इस साइड पकड़ेगा. ആ ടാപ്പും അത് കറക്റ്റ് കാണില്ല, സംഖ്യ 10 സെൻറ്റി റബ്ബർ ബാൻഡും. ഓക്കെ നമ്മൾ രണ്ട് തരത്തിൽ കണ പിടിക്കും. അടിയിലും പിടിക്കും, മീറ്ററിലും പിടിക്കും. മീറ്ററിൽ പിടിക്കുമ്പോൾ 3 മീറ്റർ ഒരു സൈഡും വെക്കണം. അപ്പോൾ ആ സൈഡ് ഞങ്ങൾ 3 മീറ്റർ പിടിച്ചു. കണക്കവിടെ ആ സൈഡ് 3 മീറ്റർ പിടിച്ചു. അപ്പോൾ ഞാൻ നിൽക്കണ ഈ സൈഡ് 4 മീറ്റർ പിടിച്ചത്. ഞങ്ങൾ 4 മീറ്റർ പിടിച്ചു. നമ്മളിപ്പോൾ ഈ ക്രോസ് പിടിക്കുമ്പോൾ 5 മീറ്റർ ക്രോസ് ഇടും. 3, 4, 5 അങ്ങനെ തന്നെ എൻ്റെ റേഷ്യോ. ഈ 5 മീറ്റർ നമുക്ക് കറക്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ തറ കോണാവുള്ളൂ. തറ നല്ല എന്ത് കോണ് പിടിക്കുക വെച്ചാലും മട്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം. അപ്പോൾ 5 മീറ്റർ ഇല്ലെങ്കിൽ നമ്മളങ്ങനെ നൂല് ഈ നീളത്തിനും വീതിക്കും കിട്ടിയ നൂല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 മീറ്ററും 4 മീറ്ററും വെച്ചിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ക്രോസ് പിടിച്ചിട്ട് ഈ ക്രോസ് പിടിക്കുമ്പോൾ അറ്റത്തെ ഭാഗത്ത് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ 3 മീറ്റർ വെച്ചതും 4 മീറ്റർ വെച്ചതും മാറാൻ എപ്പോഴും സാധിക്കും. അപ്പോൾ നമ്മളെന്താ ഒന്ന് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതൊന്നും കൂടി ചെക്ക് ചെയ്യണം. അത് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്താലുള്ളത് സംഗതി. ഞങ്ങളിപ്പോൾ ഇത് റേഷനൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് മുമ്പ് ഇതൊക്കെ ചെക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് ഞങ്ങളൊരു 1.5 മണിക്കൂറത്തെ പരിശ്രമമാണ് ഇത് കറക്റ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മളൊരു ഭാഗം വെച്ചിട്ട് അവിടെ നൂലിന് ഈ 5 മീറ്റർ തികയാതെ 5 മീറ്റർ കറക്റ്റ് ആവില്ല. 1 സെൻറ്റ് അപ്പുറത്തും 1 സെൻറ്റ് ഉള്ളിൽ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് അങ്ങോട്ട് പുറത്തേക്ക് അടിക്കും, അത് അപ്പർ സൈഡ് ഒന്ന് പുറത്തേക്ക് അടിക്കും. പിന്നെ അത് ഇവിടെ കറക്റ്റാണോ എന്ന് വന്ന് നോക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഈ 3 സൈഡും ചെക്ക് ചെയ്യണം. ഈ ക്രോസ് ഭാഗം മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ കറക്റ്റായി നമുക്കിങ്ങനെ തോന്നും 5 മീറ്റർ കറക്റ്റാണ്. പക്ഷേ എന്താ സംബന്ധിച്ചാൽ നമ്മൾ ഈ 3 മീറ്റർ 4 മീറ്റർ വെച്ചത് ഓരോ സെൻറ്റിക്ക് മാറ്റം ഉണ്ടാവും എപ്പോഴും. അത് നമ്മൾ അത് 2-3 പ്രാവശ്യം ഈ ഭാഗം ശ്രദ്ധിക്കണം. അത് അടിയിലും വയ്ക്കാം. അടിക്കണക്കാണെങ്കിൽ 3 അടി വയ്ക്കുകയാണെങ്കിൽ 4 അടി, ഒരു വീതി ഭാഗം 3 അടി വെക്കണം, നീളം ഭാഗം 4 അടി വെക്കണം, ക്രോസ് ആയിട്ട് 5 അടി. അത് ചെറിയ റൂമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ അടിക്കണക്ക് നോക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും 3 മീറ്റർ പിടിക്കണം. 3 മീറ്റർ പിടിച്ചാൽ നമുക്ക് നീളം കൂടുന്നതനുസരിച്ച് നമുക്ക് കണ കറക്റ്റാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെങ്ങനും അങ്ങനെ ചെയ്യരുത്. കണ കറക്റ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വീടൊക്കെ കയറി ഒരു ടൈൽസ് പണിയൊക്കെ ഇടാൻ സമയത്താവും ഈ ടൈലൊട്ടിക്കണ നേരത്താണ് ഈ കണ പോയതിൻ്റെ കാര്യം മനസ്സിലാവും. അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല കണ പോയിടുന്നുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് നല്ല തലമൂത്ത മേസ്ത്രിമാർക്ക് ചിലപ്പോൾ ചുമര് കണ്ടാൽ തന്നെ ക്രോസ് ഉണ്ടെങ്കിൽ അവർ പറയും ഇത് എന്തോ ക്രോസ് ഉണ്ടല്ലോ. അത് അത്രയും പരിചയസമ്പത്തായ ആൾക്കാർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മളിനി തറ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിന് അടുത്ത പ്രാവശ്യം ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ കുറച്ച് കുണ്ടുള്ള ഭാഗത്തും നമ്മൾ കുറേ കരിങ്കല്ല് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് ഈ കരിങ്കല്ല് ഇട്ടിട്ട് നമ്മൾ നല്ല ഡീപ്പായിട്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ വാളാകുമ്പോഴേ നമുക്ക് ഈ ഷീറ്റൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു
ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കൊണ്ടൊക്കെ ആകുമ്പോൾ നിലത്തിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നമ്മളിത് കല്ല് പാകിയിട്ട് ഒന്ന് ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും നല്ല നിലത്ത് കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് കോൺക്രീറ്റ് സ്ട്രോങ് തന്നെ ചെയ്യണത്. ഈ ഭാഗത്തൊക്കെ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ഈ കറണ്ട് കണ്ടിട്ട് കല്ലിട്ട് നമ്മൾ പ്രഷർ ഇതുണ്ട്. വലിയ കല്ലേനെ നമ്മൾ ചെറിയ കല്ലൊന്നും ഇല്ല, നല്ല പടർന്ന് കുഴപ്പമാണ്. ഇതാണ്ടോ ഇവിടെ ഇങ്ങനെ ഉന്തുമൊഴി വരുന്ന ഭാഗത്താകുമ്പോൾ നമുക്ക് അങ്ങനെ ചെരിവ് വരുന്നില്ല. സ്ലോപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ഷീറ്റ് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് റഫായിട്ട് ഒരു PCC പോലെ ചെയ്യുന്നത്. PCC തന്നെ അത്രയും സ്ട്രോങ് തന്നെ ചെയ്യണം, പെട്ടെന്ന് പൊട്ടൊന്നുമില്ല, അതിൽ കമ്പിയൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്കുള്ളത് നമ്മൾ ഒരടി രീതിക്കാണ് നമ്മൾ തറ വയ്ക്കണം. അതിന് മേലെ നമ്മൾ പിന്നെ പ്ലിന്ത് ചെയ്യണം. പ്ലിന്ത് നമ്മൾ സാധാരണ മേലെ 2 അടി 8 അടി അങ്ങനെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിവരങ്ങളായിട്ട് വരുന്നവരൊക്കെ ബൈ, സീ യു.